ദ്രാവിഡ കാർഷിക സംസ്കാരത്തിന്റെ ഓർമ്മപ്പെടുത്തലുമായി വട്ടവടയിൽ മഞ്ജുവിരട്ട് നടന്നു. കാർഷിക ഗ്രാമമായ വട്ടവടയുടെ കാർഷിക പെരുമയുമായി കാളക്കൂറ്റന്മാർ നിരത്തുകളെ കീഴടക്കി. ജല്ലിക്കെട്ടിന് സമാനമായ രീതിയിലാണ് കേരളത്തിന്റെ സ്വന്തം കാളയോട്ട മത്സരമായ വട്ടവടയുടെ മഞ്ജുവിരട്ട് നടക്കുന്നത്. നൂറ്റാണ്ടുകളായി പിന്തുടരുന്ന കാർഷിക സംസ്കാരത്തിന്റെ ഭാഗമായാണ് വട്ടവടയിൽ മഞ്ജുവിരട്ട് നടക്കുന്നത്. ഗ്രാമത്തിലെ പ്രധാന കവലയിലേക്ക് ഉഴവുമാടുകൾ പാഞ്ഞെത്തുന്ന രീതിയിലാണ് മഞ്ജുവിരട്ട് നടക്കുന്നത്. വിത്ത് ഇറക്കുന്നതിന് മുന്നോടിയായാണ് മഞ്ജുവിരട്ടാഘോഷം നടക്കുക. മത്സരത്തിന് മുമ്പ് മന്നാടിയാരും മന്ത്രിയാരും ഉൾപ്പെടെയുള്ള ഗ്രാമ മുഖ്യന്മാരെ ഗ്രാമീണർ പൊതുസ്ഥലത്തേക്ക് അനയിക്കും. പരമ്പരാഗത ഔദ്യോഗിക വേഷവിധാനങ്ങൾ അണിഞ്ഞാണ് ഇവരുടെ വരവ്. ഉത്സവമാണ്. വിളവെടുക്കുന്ന സമയവും വിളവ് മുടിക്കുന്ന സമയത്തും ഈ മാതം കന്നുകാലികൾ നല്ലാക്കാൻ വേണ്ടി ഒരു ദൈവ വഴിപാടാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാലകാലമായിട്ട് ഞങ്ങൾ ഈ ഉത്സവം വെച്ച് മാട്ടുകൾക്ക് ഏതെങ്കിലും അസുഖം വരാത്ത രീതിക്കാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് പാരമ്പര്യമായിട്ട് ഞങ്ങൾക്ക് ഇത് തിരുവിതാംകൂർ മഹാരാജാവ് മന്ത്രിയാർ മണികാരർ പെരിയതരം 5 പേർ കൊണ്ട് 5 പേർ കൊണ്ട് ഒരു കുളുവാണ് ഇത്. കാർഷിക ജോലികളിൽ സഹായിക്കുന്ന മാടുകളോടുള്ള ആദരവ് കൂടിയാണ് മഞ്ജുവിരട്ട്. മത്സരത്തിന് 1 മാസം മുമ്പ് മുതൽ ഇവയെ കൃഷിയിടത്തിൽ ഇറക്കാതിരിക്കും. മികച്ച പരിചരണം നൽകി കൊമ്പുകളിൽ അലങ്കാരങ്ങൾ പതിപ്പിച്ച ചായം പൂശിയാണ് ഇവയെ മത്സരത്തിന് കൊണ്ടുവരിക. ഗ്രാമത്തിലെ വിവിധ വഴികളിൽ നിന്നാണ് കാളകളെ പ്രധാന കവലയിലേക്ക് ഓടിക്കുക. 4 നൂറ്റാണ്ട് മുമ്പ് തമിഴ്നാട്ടിൽ നിന്നും കുടിയേറിയവരാണ് വട്ടവട നിവാസികളുടെ പൂർവികരെന്നാണ് വിശ്വാസം. ഇന്നും പഴയകാല കാർഷിക രീതികൾ പിന്തുടരുന്നവർ കൂടിയാണിവർ. മഞ്ജുവിരട്ട് ദിനത്തിൽ നിരവധി ആളുകൾ പ്രത്യേക തലപ്പാവും പരമ്പരാഗത വസ്ത്രങ്ങളും ധരിച്ച് തങ്ങളുടെ കാളകളുമായി എത്തും. മുൻകാലങ്ങളിൽ ഓടിയെത്തുന്ന കാളകളെ യുവാക്കൾ കൊമ്പിൽ പിടിച്ചു നിർത്തുമായിരുന്നു. എന്നാൽ ഇത്തവണ സുരക്ഷാ മുൻകരുതൽ എന്ന നിലയിൽ കാളകളെ പിടിച്ചു നിർത്തുന്നത് ഒഴിവാക്കിയാണ് മഞ്ജുവിരട്ട് നടത്തിയത്. ഇടുക്കി വിഷൻ ന്യൂസ്, അടിമാലി.